തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു പുതുവർഷം 2025 എല്ലാവർക്കും അടിപൊളി ആവട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് 2024 ഒരു 3 മണി 3:30 സമയത്താട്ടോ. ആദ്യം തന്നെ തല കിട്ടിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അഴിച്ചു മാറ്റി. പെൺകുട്ടികൾക്ക് പൊതുവെ അങ്ങനെ ഹെയർ സ്റ്റൈലായിരിക്കും മെയിൻ പ്രോബ്ലം. തല കെട്ടി വരും. ഞാനൊക്കെ എത്ര പ്രാവശ്യം അഴിക്കും അറിയോ. പിന്നെ എൻ്റെ കുറച്ച് ലോങ് ഹെയറും പിന്നെ ഇപ്പോൾ കാറ്റുകാലമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് കുറേയധികം എണ്ണ തേച്ചു ഞാൻ തലയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ വഴിച്ചെടുത്ത പോലെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒക്കെ മറ്റേ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇങ്ങനെ എണ്ണ തേച്ച് ഒതുക്കിയ പോലത്തെ. പക്ഷെ ആ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരില്ല കേട്ടോ. ഞാൻ കുറേയധികം പേരെ അങ്ങനത്തെ ഹെയർ സ്റ്റൈലിൽ കണ്ടിട്ടുണ്ട്, അവരൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ 2024 തന്നെ ഞാൻ എൻ്റെ നെയ്ബറെ കൂടി കണ്ടു കേട്ടോ. നെയ്ബറെ പൊതുവെ കുറേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ നേരെ ഒരു സ്ഥലം വരെ പോവുകയാണ്, വേറെ എവിടേക്കോ അല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട് കേട്ടോ. അപ്പോൾ ഞാൻ അഖിലേട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പാലക്കാട്ട് നിന്ന് തന്നെ ഒരു 3 മണിക്കൊക്കെ നമ്മൾ ട്രെയിൻ കയറിയ ഒരു വേഗം തന്നെ എത്തും കേട്ടോ. വേഗം എത്തിയ പോലെ തോന്നിയത്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് കോഴിക്കോടിലോട്ട് വന്നതെന്ന്. ഏകദേശം കുറേ പേര് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. പക്ഷേ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിരുന്നു, കാരണം എല്ലാം അൺറിസേർവ്ഡ് ആയിട്ടുള്ള ട്രെയിനായിരുന്നു. അങ്ങനെ അഖിലേട്ടനെ കാണാതെ ഒളിഞ്ഞൊക്കെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ പാളിപ്പോയി. അഖിലേട്ടനെ കണ്ടു. പിന്നെ സാപ്പാടുതാ മുഖ്യം നമുക്ക്. അപ്പോൾ വേഗം പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് നമുക്ക് ഓണിയൻ ഊത്തപ്പവും പിന്നെ ഓണിയൻ റോസ്റ്റും ആയിരുന്നു. ആക്ച്വലി വിശന്നിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ ഫ്രഞ്ച് ഫ്രൈസ് അവനൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം നമുക്ക് ആക്ച്വലി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കോഴിക്കോട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. വേറൊന്നും കൊണ്ടല്ല, ട്രാഫിക് കൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അഖിലേട്ടൻ്റെ ഓഫീസിലോട്ട് വന്നിട്ട് നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ തോന്നുന്നു. അതും എൻ്റെ ബാഗ് വെക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞാൻ ഈ ഒരു ബുള്ളറ്റും ബൈക്കും മാത്രമാണ് എനിക്ക് ഇന്നേ വരെ ഓടിക്കാൻ കിട്ടാതിരിക്കുന്നത് കേട്ടോ. പക്ഷേ 2025 ട്രൈ ചെയ്യണം എന്നുണ്ട്, കാരണം കാലെത്താത്തത് കൊണ്ടാട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ നേരെ ഹൈലൈറ്റ് മോളിലോട്ട് വന്നു കേട്ടോ. അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട് അവിടേക്കൊന്നും പക്ഷെ നമ്മൾ പോയില്ല. ചുമ്മാ ഹൈലൈറ്റ് മോൾ കറങ്ങിയാൽ തന്നെ ഒരു 1 hour പോയി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു. 2024 പോകുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു ആരോ വിട്ടു പിരിയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട. നിങ്ങളുടെ എങ്ങനെയായിരുന്നു? പൊതുവേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിൽ ഞാൻ ഉറങ്ങലായിരിക്കും കേട്ടോ പതിവ്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം എണീച്ച് എല്ലാവരും വിഷ് ചെയ്തിട്ട് കിടന്നുറങ്ങും, അതായിരുന്നു പതിവ്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മോളിൽ കയറി. അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി കറങ്ങി അങ്ങനെ സമയം പോകാൻ വേണ്ടി കയറിയതാണ്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊന്നും കയറിയതല്ല കേട്ടോ. അങ്ങനെ പിന്നെ അഖിലേട്ടൻ വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെയും ഞാൻ നടക്കുകയാണ് വെസ്റ്റ് സൈഡിലോട്ട്. ശരിക്കും വെസ്റ്റ് സൈഡിൽ പോയിട്ട് ഞാൻ എപ്പോഴോ ഒരിക്കൽ പോയപ്പോൾ നല്ല ഡ്രസ്സ് കണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ പോയപ്പോൾ എനിക്കൊന്നും ഇഷ്ടമായില്ല. അത്ര അല്ല, ഇഷ്ടാവുന്ന ടൈപ്പ് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച ആ സാധനം ഇല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമായില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്തു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത് ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ ഈയൊരു ലിപ്സ്റ്റിക്ക് ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു ഷെയ്ഡായിരുന്നു. ഞാൻ ചുണ്ടിലൊന്നും ഇട്ട് നോക്കിയില്ല, ജസ്റ്റ് കയ്യിൽ വെച്ച് നോക്കി. നല്ല ഷെയ്ഡായിരുന്നു കേട്ടോ, പക്ഷെ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സും എനിക്ക് എന്നെക്കാട്ടിലും എത്രയോ വലിയൊരാൾക്ക്, അഖിലേട്ടനെക്കാട്ടിലും വലിയൊരാൾക്ക് ഇടാൻ പറ്റിയ പോലത്തെ ഡ്രസ്സാട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ. ശരിക്കും ഈ ഹൈലൈറ്റ് മോളിൽ കയറിയ സമയം പോകുന്നത് അറിയത്തേയില്ല. ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടട്ടോ. ആ ഒരു സബ്സ്ക്രൈബർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. വേറെ അങ്ങനെ ആരും കണ്ടില്ല കേട്ടോ. കൂടുതലും എനിക്ക് കോഴിക്കോട്ട് നിന്ന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരെ ആരും ഞാൻ കണ്ടില്ല. ഒരേ ഒരാളെ ആട്ടോ കണ്ടത്. പിന്നെ നമ്മൾ അഖിലേട്ടൻ ഒരു ക്യാപ്പിച്ചിനും ഞാനൊരു ബ്രൗണി വിത്ത് ഐസ്ക്രീമും ആട്ടോ കഴിച്ചത്. നല്ലൊരു ബ്രൗണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില ബ്രൗണിയിലൊക്കെ ഒരു കശപ്പ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നല്ല ഹഗ്ഗേ മഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. നല്ലൊരു ബ്രൗണി ഐസ്ക്രീമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്രൗണീസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇങ്ങനെ കറങ്ങുക തന്നെ, വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ. പിന്നെ അവിടെ മറ്റേ ഈ
ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും കയറിയില്ല. പിന്നെ കുറച്ച് ഹീൽസ് ചെരുപ്പ് നോക്കാൻ പറഞ്ഞു. നിങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തില്ലേ ഹീൽസ് ഇടാൻ വേണ്ടി. ഞാൻ മുന്നേ ഹീൽസൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹീൽസ് എടുത്തിട്ടു. അത് ആക്ച്വലി കാണാനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എങ്ങാനും അതിൽ നിന്ന് വീണ് പോയാൽ പിന്നെ ഇടുപ്പ് ഒടിഞ്ഞ് പിന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് അതെടുത്തില്ല. പക്ഷെ വേറെ ഹീൽസ് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും ഇങ്ങനെ കറങ്ങുക തന്നെ, സമയമുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ചുമ്മാ കറങ്ങുക തന്നെ. സമയമുള്ളത് കൊണ്ട് തന്നെ iPhone 14 Proൻ്റെയും iPhone 16ൻ്റെയൊക്കെ വ്യത്യാസം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ നല്ല വെള്ളദാഹമായിരുന്നു. അപ്പോൾ കയറി അതിൻ്റെ താഴെ തന്നെ ഒരു ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. അമ്മോ, ഈ ജ്യൂസ് കുടിക്കുമ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു. പിന്നെ കണ്ടില്ലേ തിരക്ക്. നമ്മൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ച് എത്തിയത്. അതുകൊണ്ട് തന്നെ വേഗം ബീച്ച് എത്തിയെന്ന് പറയാം. ഇതാണ് കാണുന്ന ബീച്ച് കേട്ടോ. ഞാൻ വിചാരിച്ചു ബീച്ചിൽ ഇത്രയൊക്കെ തിരക്കും ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അഖിലേട്ടനും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അഖിലേട്ടനും പൊതുവെ ഉറങ്ങുന്ന ടൈപ്പാട്ടോ. രാത്രിയൊക്കെ നമ്മൾ ബീച്ച് കണ്ടു. ഫുള്ള് നോയ്സ് പ്ലസ് ആൾക്കാരായിരുന്നു. ചെറിയവരും വലിയവരും കുട്ടികളും കുഞ്ഞു കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടാവും എന്നുള്ളത്. പരിപാടിയൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ചു കൂടി ഹാപ്പി ന്യൂ ഇയർ ആയി, പടക്കം പൊട്ടിച്ചു, എല്ലാവരും വീട്ടിലോട്ട് പോയി കേട്ടോ. അത് നല്ല രസമായിരുന്നു. കാരണം എല്ലാവരും ഇത്രയും കൂടി നിന്ന് അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പേടിക്കാൻ മാത്രം അങ്ങനെയൊന്നുമില്ല. കാരണം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ആ മണ്ണിൽ അങ്ങോട്ട് ഇരുന്നു, ബീച്ചിൻ്റെ മണ്ണിൽ. ബീച്ചൊന്നും കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. കാരണം ഇരുട്ടല്ലേ. ബീച്ചിൻ്റെ ആ വെള്ളം വരെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു സംഭവം. നല്ല രസമായിരുന്നേ. ഇന്നലെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പറയണം കേട്ടോ. കാരണം കോഴിക്കോടുള്ള കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറയാൻ വേണ്ടിയിട്ടൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് സത്യത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ന്യൂ ഇയർ ആയി എല്ലാവരും കൂടി പിരിഞ്ഞ് വീട്ടിലോട്ട് പോയി. അത്ര ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ കടലായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സൗണ്ടുകൾ ഉണ്ടെങ്കിലും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1 minute to go. ഒരൊറ്റ മിനിറ്റിലിപ്പോൾ 2025 ആവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.